റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് 4 വർഷം പിന്നിടുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണവുമായി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ നടുക്കി യുക്രൈൻ ആക്രമണം. വ്യാഴാഴ്ച പുലർച്ചെയോടെ മോസ്കോയിലെ അതീവ തന്ത്രപ്രധാനമായ കെപ്റ്റോണിയ എണ്ണ ശുദ്ധീകരണശാല ലക്ഷ്യമാക്കി യുക്രൈൻ നടത്തിയ വൻ ഡ്രോണാക്രമണത്തിൽ വലിയ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി. ആക്രമണത്തെ തുടർന്ന് മോസ്കോയുടെ ആകാശം കറുത്ത പുകയാൽ മറയുകയും പ്രദേശത്ത് എണ്ണമയമുള്ള കറുത്ത മഴ പെയ്യുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 17 പേർക്ക് പരിക്കേറ്റ ദുരന്തത്തിന് പിന്നാലെ മോസ്കോയിലെ 4 വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടയ്ക്കുകയും 500-ലധികം സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു. പരിഭ്രാന്തിയിൽ ജനങ്ങൾ. ആക്രമണം നടന്ന കപ്പൂന്യ മേഖലയ്ക്ക് ചുറ്റുമുള്ള ജനങ്ങൾ കടുത്ത പരിഭ്രാന്തിയിലാണ്. ആകാശത്തു നിന്ന് നേരിയ തോതിൽ പെയ്ത കറുത്ത ദ്രാവകം തങ്ങളുടെ വസ്ത്രങ്ങളിലും വീടുകളിലും കറയായി മാറിയെന്ന് പ്രദേശവാസികൾ അന്താരാഷ്ട്ര മാധ്യമത്തോട് വെളിപ്പെടുത്തി. ഞാൻ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നേരിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ എന്റെയും സുഹൃത്തിന്റെയും ജാക്കറ്റുകളിൽ കറുത്ത പാടുകൾ വീണിരിക്കുന്നു, ഒരു മോസ്കോ സ്വദേശിനി വ്യക്തമാക്കി. ആദ്യം അധികൃതർ വാർത്തകൾ നിഷേധിക്കുവാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ ജാലകങ്ങൾ അടച്ചിടണമെന്നും ആസ്മ രോഗികളും പ്രായമായവരും കുട്ടികളും പ്രദേശത്ത് നിന്ന് അടിയന്തരമായി മാറി താമസിക്കണമെന്നും മോസ്കോ നഗരസഭയുടെ ഔദ്യോഗിക ടെലിഗ്രാം ചാനൽ വഴി മുന്നറിയിപ്പ് നൽകി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കെട്ടിടങ്ങൾ കുലുങ്ങിയതായും അന്തരീക്ഷത്തിൽ കറുത്ത പെട്രോളിയം ഗന്ധം പകർന്നതായും ജനങ്ങൾ പറഞ്ഞു. യുദ്ധം റഷ്യയുടെ മണ്ണിലേക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റഷ്യയിൽ ഉടനീളം യുക്രൈൻ അയച്ച 1000-ഓളം ഡ്രോണുകളും 4 ക്രൂസ് മിസൈലുകളും വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. എങ്കിലും പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച മോസ്കോയിലെ പ്രധാന എണ്ണ ശേഖരത്തിൽ ഡ്രോണുകൾ പതിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്.